രാജ്യം കാത്തിരുന്ന നരേന്ദ്രമോദി ഡൊണാൾഡ് ട്രംപ് കൂടിക്കാഴ്ച പൂർത്തിയായി. മോദിയുമായുള്ള സൗഹൃദം തുടരുമെന്ന് ട്രംപ് പറഞ്ഞു. റഷ്യ-യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് മോദിയും ട്രംപും നിലപാട് വ്യക്തമാക്കി. യുദ്ധത്തിൽ ഇന്ത്യക്ക് നിഷ്പക്ഷ നിലപാടില്ലെന്നും സമാധാനത്തിന്റെ പക്ഷത്താണ് ഇന്ത്യയെന്നും മോദി. ഇന്ത്യക്ക് നൽകുന്ന സൈനിക സഹായം വർദ്ധിപ്പിക്കുമെന്നും ട്രംപ് പറഞ്ഞു. കൂടുതൽ വിശദാംശങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ബനീഷ ബാബു ചേരുന്നുണ്ട്. ബനീഷ, ആദ്യ വരികളിൽ നിന്ന് ശുഭസൂചന എന്ന് തോന്നിപ്പിക്കും വിധമുള്ള കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ? ആശാവഹമായ കാര്യങ്ങളാണോ ചർച്ചയ്ക്കൊടുവിൽ ഉണ്ടായിരിക്കുന്നത്? സംഗീത, ഒടുവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ച അവസാനിച്ചിരിക്കുകയാണ്. രാജ്യം ഉറ്റുനോക്കുന്ന കൂടിക്കാഴ്ചയായിരുന്നു ഇരുവരുടേതും. നിലവിൽ റഷ്യ-യുക്രൈൻ യുദ്ധത്തിൽ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇരു നേതാക്കളും. യുദ്ധത്തിൽ ഇന്ത്യക്ക് നിഷ്പക്ഷമായൊരു നിലപാടില്ലെന്നും എപ്പോഴും സമാധാനത്തിന്റെ പക്ഷത്താണ് ഇന്ത്യ നിലകൊള്ളുകയെന്നുമാണ് ഇപ്പോൾ മോദി വ്യക്തമാക്കിയിരിക്കുന്നത്. റഷ്യൻ-യുക്രൈൻ യുദ്ധം അവസാനിക്കണമെന്നാണ് ഇരു നേതാക്കളുടെയും ആഗ്രഹമെന്നും ഇരുവരും വാർത്താ സമ്മേളനത്തിൽ പ്രതികരിച്ചു. മോദിയുമായുള്ള സൗഹൃദം തുടരുമെന്നും ട്രംപുമായി യോജിച്ച് പ്രവർത്തിച്ച് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തമാക്കുമെന്നും മോദി പ്രതികരിച്ചിട്ടുണ്ട്. ഇന്ത്യയും അമേരിക്കയും അടുത്ത സുഹൃത്തുക്കളാണെന്നും വാർത്താ സമ്മേളനത്തിൽ ഇരു നേതാക്കളും പ്രതികരിച്ചു. ഇന്ത്യക്ക് നൽകുന്ന സൈനിക സഹായം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ വർധനവുണ്ടാകുമെന്നും ഈ വർഷത്തിൽ ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ മുൻ ബൈഡൻ ഭരണകൂടവുമായി ഇന്ത്യക്ക് ഒരു മികച്ച ബന്ധമായിരുന്നില്ല ഉണ്ടായിരുന്നതെന്നും അതേസമയം അടുത്ത വർഷങ്ങളിൽ, അതായത് ട്രംപിന്റെ വരും വർഷങ്ങളിൽ എന്നാൽ ഇന്ത്യയും അമേരിക്കയുമായുള്ള ബന്ധം ശക്തമാക്കുമെന്നുമാണ് ഇപ്പോൾ ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതിയായ തഹാവൂർ റാണയെ ഇന്ത്യക്ക് കൈമാറുമെന്നും ഇപ്പോൾ ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. മോദി തന്നെക്കാൾ മികച്ച ഒരു മധ്യസ്ഥനാണെന്നും മോദിയെ പുകഴ്ത്തിക്കൊണ്ട് ഇപ്പോൾ ട്രംപ് പ്രതികരിച്ചിട്ടുണ്ട്. അതേസമയം അനധികൃത കുടിയേറ്റത്തിൽ ഒരു ആഗോള പ്രശ്നമായാണ് മോദി അഡ്രസ് ചെയ്തിരിക്കുന്നത്. അനധികൃത കുടിയേറ്റം ഒരു ആഗോള പ്രശ്നമാണെന്നും ഇത് ഇന്ത്യയുടെ മാത്രം പ്രശ്നമല്ലെന്നും ഇപ്പോൾ മോദി സംയുക്ത വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. അതേസമയം പ്രധാനമന്ത്രി മോദി തുടർന്നുള്ള മണിക്കൂറുകളിൽ US സെക്യൂരിറ്റി അഡ്വൈസറായ ഇലോൺ മസ്കുമായും വിവേക് രാമസ്വാമിയുമായുള്ള കൂടിക്കാഴ്ചകൾ നടത്തുമെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം മോദിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മണിക്കൂറുകൾക്ക് മുമ്പായി തന്നെ ഡൊണാൾഡ് ട്രംപ് അധിക നികുതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ചുമത്തുന്ന എല്ലാ രാജ്യങ്ങൾക്കുമേൽ അമേരിക്കയും സമാന രീതിയിൽ തീരുവ ഏർപ്പെടുത്തുമെന്നാണ് ട്രംപ് വ്യക്തമാക്കിയിരുന്നത് കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായി. ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ച് മോദിയും ട്രംപുമായുള്ള കൂടിക്കാഴ്ച ഒരു മികച്ച പ്രൊഡക്റ്റ് തന്നെയാണെന്നാണ് ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സംഗീത, തീർച്ചയായും ബനീഷ, ആദ്യഘട്ടത്തിൽ തന്നെ ആശാവഹമെന്ന് തോന്നത്തക്ക രീതിയിലുള്ള കാര്യങ്ങളാണ് പുറത്തുവരുന്നത്. ട്രംപുമായുള്ള കൂടിക്കാഴ്ച പൂർത്തിയായിരിക്കുന്നു. ബനീഷ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.